ഒറ്റപ്പാലം കഥകളി രംഗശാലയുടെ അരങ്ങ് 2024 ഒക്ടോബർ 1 ചൊവ്വാഴ്ച ലക്കിടി കുഞ്ചസ്മാരക വായനശാലയിൽ നടക്കും. 4:30 നടക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം.ആർ. മുരളി നിർവഹിക്കും. കഥകളി രംഗശാല സെക്രട്ടറി അഡ്വക്കേറ്റ് ടി. കാളിദാസൻ സ്വാഗതം പറയുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി.വൈ. സോമസുന്ദരൻ അധ്യക്ഷത വഹിക്കും. ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ. രാജേഷ് ചടങ്ങിൽ പങ്കെടുക്കും. പത്മശ്രീ സാധനം ബാലകൃഷ്ണൻ, ചെറുപ്പള്ളിശ്ശേരി ശിവൻ എന്നിവരെ ആദരിക്കുമെന്ന് ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി. കാളിദാസൻ പറഞ്ഞു. വൈകിട്ട് 6 മണിക്ക് ലവണാസുരവധം കഥകളിയും നടക്കും. ഈ ഒറ്റപ്പാലം പ്രദേശത്ത്, ഒറ്റപ്പാലത്തും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് മുമ്പും ശേഷവും എന്ന നിലയാണ് പറയപ്പെടുന്നത്. ഈ ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് ഒറ്റപ്പാലത്തെ കഥകളിയെ പൂർണ്ണമായും ജനകീയമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. വർഷത്തിൽ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ 6 വേദികളെങ്കിലും 6 അരങ്ങുകളെങ്കിലും നടത്താറുണ്ട്. ഇപ്പോൾ 300-ലധികം അംഗങ്ങൾ ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കഥകളി നമ്മൾ വാർഷിക ആഘോഷമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അത് ഈ വരുന്ന ഒക്ടോബർ മാസം 1-ാം തീയതി ലക്കിടിയിലുള്ള കുഞ്ചസ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ് കഥകളിയുടെ ഈ വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത്. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ സോദാഹരണ സദസ്സ് നമ്മുടെ ശ്രീ ഈശപ്പള്ളി രാജീവൻ ആണ് അത് നടത്തുന്നത്. അത് കഥകളിയെ സംബന്ധിച്ച് ആളുകൾക്ക്, അതായത് ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഥകളി എന്താണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. പിന്നെ അതിൽ കഥകളിയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ നടനുമാണ്, വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ ഈശപ്പള്ളി രാജീവൻ. അദ്ദേഹമാണ് ഈ സോദാഹരണ ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് 4 മണിയോടുകൂടി പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നെ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ എം.ആർ. മുരളി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് ആദരിക്കുന്ന ചടങ്ങ്, അതായത് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട്.